ഡിക്കാപ്രിയോ ഷട്ടർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് പറയുന്നുണ്ട്, വിച്ച് വുഡ് ബി വേഴ്സ് ടു ലിവ് ആസ് എ മോൺസ്റ്റർ ഓർ ടു ഡൈ ആസ് എ ഗുഡ് മാൻ. അതായത് ഒരു വില്ലനായിട്ട് ജീവിച്ചുകൊണ്ടേ ഇരിക്കണോ അതോ ഒരു നല്ല മനുഷ്യനായിട്ട് മരിക്കുന്നതാണോ നല്ലത്. അപ്പൊ ഈ ഒരു കോട്ടിന്റെ റിയൽ ലൈഫ് ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ധോണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സങ്കടമുണ്ട് ഇയാളുടെ ഒരു ഫോമും ഇയാളിനെ കാണാൻ തന്നെ. ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ 2023 കപ്പ് കിട്ടിയില്ല IPL. മിണ്ടാതെ ആ ഒരു സമയത്ത് നല്ല ഗ്രാൻഡ് ആയിട്ട് റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ അവസാനം ഫാൻസ് വരെ തള്ളി പറയേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 7ാമതും 8ാമതൊക്കെയാണ് ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. അത്രയും കോൺഫിഡൻസ് ഇല്ല പുള്ളിക്ക്. ഞാൻ സത്യമായിട്ടും വിചാരിച്ചത് ഈ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നില്ലേ, അത് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. പുള്ളിക്ക് കളിക്കാൻ വയ്യ. അപ്പൊ പുള്ളി എല്ലാ ഫാൻസിനും പുള്ളിയുടെ കളി കാണുകയും വേണം. ധോണിക്ക് വയസ്സായല്ലോ, അപ്പൊ ഇനി മാച്ചൊക്കെ കളിക്കുമ്പോൾ ഫുള്ളൊന്നും കളിക്കാൻ വയ്യ, വിക്കറ്റ് കീപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇടയ്ക്ക് ബാറ്റിംഗ് വരും, ഫാൻസിനെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് സന്തോഷിപ്പിച്ചിട്ട് അങ്ങനെ പോവും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഇമ്പാക്ട് പ്ലെയർ പോയിട്ട് ഒരു ഇമ്പാക്റ്റും പുള്ളി ഉണ്ടാക്കുന്നില്ല എന്നാണ് സത്യം. ചെന്നൈ ഫാൻസ് തന്നെ ചെന്നൈ ഫാൻസിനെ കളിയാക്കാൻ തുടങ്ങി ധോണിയുടെ പേരിൽ. ഇനിയും എത്ര നാൾ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആസ് എ ഫാൻ എന്ന നിലയിൽ നല്ല വിഷമമുണ്ട് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമന്റ് ചെയ്യൂ.